ദുബായിൽ നടക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനമേളയ്ക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 13-ന് തുടങ്ങുന്ന മേളയിൽ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ 3 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും ചേർന്നാണ് 3 ദിവസത്തെ അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനവും പ്രദർശനമേളയും ഒരുക്കുന്നത്. ഈ മാസം 13 മുതൽ 15 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മേള. വിട്ടുമാറാത്ത രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ആയുഷ് ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ആയുർവേദം, യോഗയും പ്രകൃതി ചികിത്സയും, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ചികിത്സാ ശാഖകളുമായി ബന്ധപ്പെട്ട വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള ഡോക്ടർമാർ, ഗവേഷകർ, വ്യവസായികൾ, വിദ്യാർത്ഥികൾ എന്നിവർ മേളയ്ക്കെത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ആയുഷ് സഹമന്ത്രി ഡോക്ടർ മുജ്പാറ മഹേന്ദ്രഭായ് കലൂഭായ്, UAE-യിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ, ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ തുടങ്ങിയവർ പങ്കെടുക്കും. 50-ലധികം ചർച്ചകളും 300-ലധികം ഗവേഷക പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 30-ലധികം രാജ്യങ്ങളിൽ നിന്നായി 1300-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിനെത്തും. പ്രവേശനം സൗജന്യമായിരിക്കും. കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ഡോക്ടർ ശ്യാം, സാറ അലി, സഞ്ജയ് മഹരിഷ്, മോഹൻദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.